ലേവ്യ പുസ്തകം അധ്യായം 7. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അകൃത്യയാഗത്തിൻ്റെ പ്രമാണം, അത് അതിവിശുദ്ധം. സമാധാന ദഹനയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അകൃത്യയാഗ മൃഗത്തെയും അറുക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിൻ്റെ സകല മേധസ്സും, തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡം രണ്ടും, അവയുടെ മേൽക്കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള നെയ്വലയും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ കർത്താവിന് ദഹനയാഗമായി ദഹിപ്പിക്കണം. അത് അകൃത്യയാഗം. പുരോഹിത കുലത്തിലെ പുരുഷന്മാരെല്ലാം അത് ഭക്ഷിക്കണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് ഭക്ഷിക്കണം. അത് അതിവിശുദ്ധം. പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവും ആകുന്നു. അവയ്ക്ക് പ്രമാണവും ഒന്നു തന്നെ. പ്രായശ്ചിത്തം കഴിക്കുന്ന പുരോഹിതന് അത് അവകാശമാണ്. പുരോഹിതൻ ഒരുത്തന്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗമൃഗത്തിന്റെ തോൽ അവകാശമുണ്ട്. അടുപ്പത്ത് വെച്ച് ചുടുന്ന ഭോജനയാഗവും ഉരുളിയിലും ചട്ടിയിലും ഉണ്ടാക്കുന്നവയും അർപ്പിക്കുന്ന പുരോഹിതന് ഉള്ളതാകുന്നു. എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും അഹരോന്റെ സകല പുത്രന്മാർക്കും ഒരുപോലെയുള്ളതാകുന്നു. കർത്താവിന് അർപ്പിക്കുന്ന സമാധാനയാഗത്തിന്റെ പ്രമാണം, അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നു എങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പങ്ങളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്തു കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പങ്ങളും അർപ്പിക്കണം. സ്തോത്രമായുള്ള സമാധാനയാഗത്തോടുകൂടി പുളിപ്പിച്ച മാവ് കൊണ്ടുള്ള അപ്പങ്ങളും ഭോജനയാഗമായി അർപ്പിക്കണം. ആ എല്ലാ വഴിപാടിലും അതിൽ നിന്ന് ഓരോന്ന് ദൈവത്തിന് കാഴ്ചയായി അർപ്പിക്കണം. ഒരു സമാധാനയാഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതാകുന്നു. അത് സമാധാനയാഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതാകുന്നു. സ്തോത്രമായുള്ള സമാധാനയാഗത്തിന്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ ഭക്ഷിക്കണം. അതിൽ ഒട്ടും പ്രഭാതം വരെ ശേഷിക്കരുത്. അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വമേധയാ ദാനമോ ആകുന്നുവെങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് ഭക്ഷിക്കണം. അതിൽ ശേഷിപ്പുള്ളത് പിറ്റേ ദിവസവും ഭക്ഷിക്കാം. യാഗമാംസത്തിൽ 3-ാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിൽ ചുട്ടുകളയണം. സമാധാനയാഗത്തിന്റെ മാംസത്തിൽ ഏതാനും 3-ാം ദിവസം ഭക്ഷിച്ചാൽ അത് സ്വീകൃതമായിരിക്കയില്ല. അർപ്പിക്കുന്നവന് ഭോജനപ്പെടുകയുമില്ല. അത് അറപ്പായിരിക്കും. അത് തിന്നുന്നവൻ കുറ്റക്കാരനാകും. ശുദ്ധിയില്ലാത്ത എന്തിനെയെങ്കിലും തൊട്ടുപോയ മാംസം തിന്നരുത്. അത് തീയിൽ ചുട്ടുകളയണം. ശേഷം മാംസമോ ശുദ്ധിയുള്ളവയെല്ലാം ഭക്ഷിക്കാം. എന്നാൽ അശുദ്ധനായിരിക്കെ ആരെങ്കിലും ദൈവത്തിനുള്ള സമാധാനയാഗങ്ങളുടെ മാംസം ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് തള്ളപ്പെടണം. മനുഷ്യന്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത എന്തെങ്കിലുമോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും
സ്പർശിച്ചിട്ട് ദൈവത്തിനുള്ള സമാധാന യാഗങ്ങളുടെ മാംസം തിന്നാൽ അവൻ അവന്റെ ജനത്തിൽ നിന്ന് തള്ളപ്പെടണം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ കാളയുടെയോ മേധസ് നിങ്ങൾ അശേഷം ഭക്ഷിക്കരുത്. താനേ ചത്തതിന്റെ മേധസ്സും വന്യമൃഗങ്ങളാൽ ഭക്ഷിക്കപ്പെട്ടതിന്റെ മേധസ്സും മറ്റ് ഏതിനെങ്കിലും ആകാം ഭക്ഷിക്കുക മാത്രം വരുത്. കർത്താവിന് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിന്റെ മേധസ്സും ആരെങ്കിലും തിന്നാൽ അവന്റെ ജനത്തിൽ നിന്ന് നശിച്ചു പോകും. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ ഒരിടത്തും യാതൊരു പക്ഷിയുടെയും മൃഗത്തിന്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. വല്ല രക്തവും ഭക്ഷിക്കുന്നവനെല്ലാം അവന്റെ ജനത്തിൽ നിന്ന് നശിച്ചു പോകും. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, കർത്താവിന് സമാധാനയാഗം അർപ്പിക്കുന്നവൻ തന്റെ സമാധാനയാഗത്തിൽ നിന്ന് കർത്താവിന് വഴിപാട് കൊണ്ടുവരണം. സ്വന്തം കൈയാൽ അവൻ അത് കർത്താവിന്റെ ദഹനയാഗമായി കൊണ്ടുവരണം. കർത്താവിന്റെ സന്നിധിയിലേക്ക് വേർതിരിക്കപ്പെട്ടതായി നെഞ്ചോടുകൂടെ മേധസ്സും കൊണ്ടുവരണം. പുരോഹിതൻ മേധസ്സും യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. നിങ്ങളുടെ സമാധാന യാഗങ്ങളിൽ വലത്തെ കൈ കുറക് പ്രത്യേക കാഴ്ചയായി നിങ്ങൾ പുരോഹിതന്റെ പക്കൽ കൊടുക്കണം. അഹരോന്റെ പുത്രന്മാരിൽ സമാധാനയാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവന് തന്നെ വലത്തെ കൈക്കുറക് ഓഹരിയായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ സമാധാനയാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച നെഞ്ചും സമർപ്പിതമായ കൈക്കുറകും ഞാൻ എടുത്തു പുരോഹിതനായ അഹരോനും പുത്രന്മാർക്കും ഇസ്രായേൽ മക്കളിൽ നിന്നുള്ള ശാശ്വതാവകാശമായി കൊടുത്തിരിക്കുന്നു. ഇത് അഹരോനെയും പുത്രന്മാരെയും കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിച്ച ദിവസം മുതൽ കർത്താവിന്റെ ദഹനയാഗങ്ങളിൽ നിന്ന് അവർക്കുള്ള ഓഹരിയാകുന്നു. ഇസ്രായേൽ മക്കൾ അത് അവർക്ക് കൊടുക്കണമെന്നു താൻ അവരെ അഭിഷേകം ചെയ്തപ്പോൾ ദൈവം കൽപ്പിച്ചു. അത് അവർക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു. ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, അഭിഷേകം, സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രമാണം ഇതുതന്നെ. കർത്താവിന് അങ്ങയുടെ വഴിപാടുകൾ കഴിപ്പാൻ അവൻ ഇസ്രായേൽ മക്കളോട് സീനായി മരുഭൂമിയിൽ വച്ച് അരുളി ചെയ്ത ദിവസം ദൈവം മോശയോട് സീനായി പർവ്വതത്തിൽ വച്ച് ഇവ കൽപ്പിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാരകുമോ